സംസ്ഥാനം വോട്ടെണ്ണലിന് സജ്ജം. 43 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 79.7% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും കണക്കുകൾ ലഭ്യമാക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനവിധി കാത്ത പശ്ചിമ ബംഗാളും അസാമും. എക്സിറ്റ് പോളുകൾ BJPയെ പിന്തുണയ്ക്കുമ്പോഴും 200 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ബംഗാൾ കനത്ത സുരക്ഷാ വലയത്തിലാണ്. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട് ഭരണ തുടർച്ച ഉറപ്പെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുമ്പോഴും വിജയുടെ TVK പിടിക്കുന്ന വോട്ടുകളാകും തമിഴ്നാട്ടിൽ നിർണായകമാവുക. അതിനാൽ തന്നെ കരുതലോടെ നീങ്ങുകയാണ് TVK. ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ മഹാബലിപുരത്തെ ഒരു റിസോർട്ടിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി 100ലേറെ റൂമുകളാണ് TVK ബുക്ക് ചെയ്തത്. UDFന് ഭരണം കിട്ടുമെന്നാകുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെന്നും അപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. പാണക്കാടാണിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതുകൊണ്ടാണ് ലീഗ് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പരുമലപ്പള്ളിയിൽ പ്രത്യേക കുർബാന. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വിശുദ്ധ കുർബാന നേർച്ചയായി നൽകി യൂത്ത് കോൺഗ്രസ് നേതാവ്. യൂത്ത് കോൺഗ്രസ് പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് പള്ളിയിൽ പ്രത്യേക കുർബാന അർപ്പിച്ചത്. VD സതീശനായി വീണ്ടും ഫ്ലക്സ് ബോർഡ്. തൊടുപുഴ മാങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലും പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് സമീപവുമാണ് ഫ്ലക്സ് ബോർഡ് വെച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പോസ്റ്ററിലുണ്ട്. സതീശന്റെ മുഖചിത്രമുള്ള ത്രിവർണ്ണ പതാകയും പ്രദർശിപ്പിച്ചു. ഇറാൻ പരിധി വിട്ടാൽ ആക്രമണം വീണ്ടും തുടങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് തനിക്ക് അറിവുണ്ടെന്നും എന്നാൽ അതിന്റെ കൃത്യമായ രൂപരേഖയ്ക്കായി കാത്തിരിക്കുകയാണെന്നും ട്രംപ്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏത് സാഹസികതയെയും വിഡ്ഢിത്തത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം പൂർണ്ണ സജ്ജമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തിരിച്ചടിച്ചു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 6-ാം തീയതി വരെയാണ് മുന്നറിയിപ്പുള്ളത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ക്രിമിനൽ കേസുകളിലെ പ്രതിയും കണ്ണൂർ സ്വദേശിയുമായ അർജുൻ ആയങ്കിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്ത് കോതമംഗലം പോലീസ്. പുന്നേക്കാടുള്ള റിസോർട്ടിൽ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇവർ. 9 പേർ കൂടി ഇയാൾക്കൊപ്പമുണ്ടായിരുന്നു. ഇവരും വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലാണ്.